രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ചൂഷണം നടക്കുന്നു എന്നത്, മറ്റൊന്ന് പിരിയുമ്പോൾ അത് പബ്ലിക്കിന് മുമ്പിൽ പ്രകടമാക്കുന്നു എന്നത്. ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ കൂടി നമ്മൾ ഈ ഒരു ചർച്ചയെ കാണുമ്പോൾ ചൂഷണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും വിധമാണ് കാര്യങ്ങളെന്ന് തീർച്ചയായും പറയാൻ കഴിയും. ഇതിലിപ്പോൾ ഒന്ന്, ഈ സാറ് പറഞ്ഞതിലെ അവസാന ഭാഗം ഒരു വാചകം എനിക്ക് ആഡ് ചെയ്യണം തോന്നിയത് ഖുർആനിൻ്റെ ഒരു വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. നമ്മുടെ നാടുകളിൽ ഒരു ബന്ധം വേർപിരിയുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മധ്യസ്ഥന്മാരിരുന്ന് പരസ്പരം വഴക്കടിച്ച് പരമാവധി പറയാവുന്ന ആരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആണ് ഒരു ത്വലാഖ്, ഒരു ഡിവോഴ്സ് നടക്കുക. അതല്ലെങ്കിൽ കോടതിയിൽ പോയി ഭർത്താവിനെതിരെ, ഭർത്താവിൻ്റെ ഉമ്മാക്കെതിരെ, വാപ്പാക്കെതിരെ, അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ, അങ്ങനെ പലതരത്തിലുള്ള എങ്ങനെയാണോ തനിക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സാധിക്കുക അതിനനുസൃതമായ തരത്തിലുള്ള കുറേ കള്ളങ്ങൾ കെട്ടിച്ചമച്ച കേസ് ഫയൽ ചെയ്തിട്ടാണ് ഡിവോഴ്സുകൾ നടക്കുക. ഖുർആൻ പറഞ്ഞത് ഇംസാക്കും ബി മഅറൂഫ് ഔ തസ്രീഹും ബി ഇഹ്സാൻ. നിങ്ങൾ നിലനിന്ന് പോവുകയാണെങ്കിൽ വളരെ നല്ല നിലക്ക് നിങ്ങൾക്ക് നിലനിന്ന് പോകാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ പിരിഞ്ഞു പോവുക, വളരെ സന്തോഷത്തോടു കൂടി വേർപിരിയുക എന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഉണ്ടാകണം. അതാണ് ഏറ്റവും മാന്യമായ രീതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ത്വലാഖുകളുടെ, വിവാഹമോചനങ്ങളുടെ കാര്യത്തിൽ ഖുർആൻ പ്രയോഗിച്ച ആ വാചകത്തേക്കാൾ മനോഹരമായൊരു വാചകം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. പല തരത്തിലുള്ള ആളുകൾ ഈ വ്യക്തിത്വങ്ങളെ പല നിലക്ക് നിർവചിച്ചിട്ടുണ്ട്, വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 3 വിഭാഗങ്ങൾ, 5 തരം, 9 തരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പേഴ്സണാലിറ്റി ടൈപ്പുകളൊക്കെ അളക്കാനുള്ള വിവിധ തരത്തിലുള്ള ടൂളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരിക്കലും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയോ മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയോ ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളില്ലാതെ സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഒരാളുടെ ഒരു വ്യക്തിത്വം മറ്റൊരാൾക്ക് പ്രയാസകരമാകുന്നുവെങ്കിൽ, എല്ലാവർക്കും പലതരത്തിലുള്ള വ്യക്തിത്വ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിൻ്റെ പോസിറ്റീവുകളും, എല്ലാ വ്യക്തിത്വങ്ങൾക്കും അതിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വേഗം പിന്നെ ഒരു എന്താ പറയുക, അയാൾ ഇന്നതാണ് എന്ന് ആണ് ലേബൽ ചെയ്ത് സ്വയം രക്ഷപ്പെടാനോ അങ്ങനത്തെ ഒരു രീതി സ്വീകരിക്കുന്നത് ഒരിക്കലും പാടില്ല. ഒരാൾക്ക് അങ്ങനത്തെ അതിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രയാസം, നെഗറ്റീവ് ഒരാളെ ബാധിക്കുന്നുവെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള, അതിനനുയോജ്യരായിട്ടുള്ള ആളുകളെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ വേറൊരു തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വൈവാഹിക ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു വീട്ടിനകത്തുള്ള ബന്ധം, സൗഹൃദത്തിലുണ്ടാകുന്ന പിന്നെ റിലേഷൻഷിപ്പുകൾ, ഇതിലെല്ലാം ഞാനൊരു ആൺപെൺ എന്ന നിലക്കല്ല പറയുന്നത്, സഹോദരങ്ങൾ, മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എല്ലാവരുടെയും വ്യക്തിത്വം ഒരുപോലെ ആവുകയില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ജീവിതം, ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസകരമായിരിക്കും. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വേറൊരാളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചോൻ കൊടുത്ത ഒരു ടൈപ്പ് എന്താണോ, വ്യക്തിത്വം എന്താണോ, അതനുസരിച്ച് ഒരു മനുഷ്യനുണ്ടാവുക. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇൻട്രോവേർഷൻ ആയിരിക്കും, ചില ആൾക്കാർ നന്നായി സംസാരിക്കുന്ന എക്സ്ട്രോവേർഷൻ ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കുടുംബജീവിതത്തിൽ പൊതുവിൽ ഇപ്പോൾ കൂടുതൽ കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ഈ പെർഫെക്ഷനിസമാണ്. മിക്കവാറും ചില ഭാര്യമാർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും. അവർക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചെറിയൊരു ചുളിവ് വരുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർക്കൊരു പക്ഷേ വീടിൻ്റെ മുന്നിൽ അഴിച്ചു വെച്ച 2 ചെരുപ്പുകളിൽ ഒന്ന് ഒരല്പം തെന്നി മാറിയാൽ പോലും അവരുടെ മനസ്സ് പ്രയാസപ്പെടും. അത് ഒരു പെർഫെക്ഷനിസം എന്ന് പറയും. അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം മറ്റൊരാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കലാണ് കൂടെ ജീവിക്കുന്ന ആളുടെ ഒരു പിന്നെ അതിനെ എങ്ങനെ ആ കുടുംബജീവിതം മനോഹരമായി കൊണ്ടുപോകാനുള്ള മാർഗം എന്ന് പറയുന്നത്. ചിലതൊരു സിവിയർ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ആരെടുത്ത് പോയിട്ടാണോ സംസാരിക്കേണ്ടത്, അത് ചികിത്സിക്കേണ്ടത്, അവരെ കണ്ട് അത് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ മറ്റൊരു പ്രശ്നം കൂടി ഇതിനുണ്ട്. അത് ഈ കേസിൽ അങ്ങനെയാണ്, ഇതല്ലാത്ത കേസിൽ അങ്ങനെ നമ്മൾ പറയുന്നില്ല. പൊതുവിൽ ഈ പിന്നെ സ്നേഹവും പ്രണയവും അതുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുകളുമൊക്കെ
പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായ പ്രണയം, സുരക്ഷിതമായ ലവ് അഫയർ എന്നാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. സുരക്ഷിതമായ അത്തരം ബന്ധങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. നീതിപൂർണവും സുരക്ഷിതവുമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് അത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. അതിന് അങ്ങനെ പറയാനുള്ള കാരണം, ഒന്ന്, താൻ തിരഞ്ഞെടുക്കുന്ന ആളെ നന്നായി അയാളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് ശരിക്കും പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന സ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങളിലല്ല, മറിച്ച് ഒരു അറേഞ്ച്ഡ് മാരേജിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത്. പൊതുവിൽ തിരിച്ചാണ് ആളുകൾ പറയാറുള്ളത്, സാധാരണ കേൾക്കാറുള്ളത്, ഒരു ചായ കുടിച്ച പരിചയത്തിൻ്റെ പേരിൽ നടക്കുന്ന വിവാഹമാണ് അറേഞ്ച്ഡ് മാരേജുകൾ എന്നാണ് പറയാറുള്ളത്. അത് പറയണെന്തുകൊണ്ടാണ്? വരൻ വരുന്നു, പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഒരു ചായ കുടിക്കുന്നു, എന്നിട്ട് ഇതാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അങ്ങനെ പരത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. പിന്നെ പ്രേമത്തിൻ്റെ കാര്യത്തിലാണ് ഫാൾ ഇൻ ലവ് എന്നുള്ള പ്രയോഗമുള്ളത്. പ്രണയത്തിൽ വീണുപോയി. പണ്ടൊരാൾ പറയണ്ടായി, അവൻ്റെ ഷൂസ് കണ്ട് ഞാൻ വീണുപോയി കാരണം. ഇതാണ് പ്രണയം എന്ന് പറഞ്ഞത്. വീണു പോവുക എന്നുള്ളത് അറേഞ്ച്ഡ് മാരേജിനകത്തല്ല. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ ശരിക്കും ഒരു പെൺകുട്ടിക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനെ വധുവിനെ അന്വേഷിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ ആ വീടിനെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, അയാളുടെ സ്വഭാവ രീതികളെക്കുറിച്ച്, ആ നാട്ടിൽ സൗഹൃദങ്ങളിൽ എല്ലാം നമ്മളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. എത്രയോടെ റിജക്റ്റ് ചെയ്യപ്പെടും. അതെ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും സുരക്ഷിതമായ ബന്ധം, ഒരാൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ, അയാളെ അഡിക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്ക് ഈ തരത്തിലുള്ള അറേഞ്ച്ഡ് മാരേജ്. മറ്റേതാണ് നൈമിഷികമായ തീരുമാനത്തിലൂടെ ഉണ്ടാകുന്നത്. കൗമാരപ്രായത്തിൽപ്പെട്ട ഒരാൾക്ക് എതിർലിംഗത്തിലുള്ള ഒരാളെ കാണുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടൊരു പക്ഷേ അയാളുടെ മനസ്സ് തീരുമാനമെടുത്തേക്കാം എന്നൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന് സുരക്ഷിതമതാണ്, രണ്ട് നീതിപൂർണമായതും വൈവാഹിക ബന്ധമാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് വേർപിരിയേണ്ട അവസ്ഥ ഉണ്ടായി, അങ്ങനെ ഉണ്ടായാലും ശരിക്കും ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അവളുടെ ഭാഗത്തു നിന്നും അവൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഒരു മധ്യസ്ഥനെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ നിക്കാഹ് ചെയ്തു കൊടുത്ത, വിവാഹം ചെയ്തു കൊടുത്ത ഒരു രക്ഷിതാവുണ്ടാകും, വിവാഹത്തിന് സാക്ഷികളായ സാക്ഷികളുണ്ടാകും, ആ വിവാഹത്തിൻ്റെ സദ്യയിൽ പങ്കെടുത്ത നാട്ടുകാരുണ്ടാകും. ഇവരെല്ലാവരും അറിയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ പൊതുവിൽ വൈവാഹിക ജീവിതത്തിൽ ചൂഷണത്തിന് വിധേയമാകുന്നത് സ്ത്രീകളാണെന്നാണ് പറയാറുള്ളത്. ഒരു സ്ത്രീയും ഒരു ചൂഷണത്തിന് വിധേയമാവുകയില്ല. ആളുകൾ ഇത് അന്വേഷിക്കാനും ചോദിക്കാനും ചർച്ച ചെയ്യാനും സമൂഹമുണ്ട്, ചുറ്റുമുള്ളവരുണ്ട്, രക്ഷിതാക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയൊരു ഡിവോഴ്സിലേക്ക് പോയാൽ പോലും, ഒരു വിവാഹമോചനത്തിലേക്ക് പോയാൽ പോലും നീതിപൂർണമായ ഒരു ഡിവോഴ്സ് നടക്കും എന്നതാണ് അതിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത്. എന്നാൽ മറ്റേ പ്രണയം എന്ന് പറയുന്നത് പൊതുവിൽ, ഞാൻ അതിൻ്റെ ഒരു പാർട്ട് മാത്രം പറയാം. പൊതുവിൽ ഈ പ്രണയത്തിൻ്റെ സൈക്കോളജി, പ്രണയത്തിൻ്റെ ന്യൂറോളജി, ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായ സംഗതിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മതരംഗത്തുള്ള ഒരാൾ പറയുമ്പോൾ, അതിനെ വേറെ ഒരു തലത്തിലാണ് ആളുകൾ നോക്കിക്കാണുക. സമൂഹം അങ്ങനെയാണ്. പുതിയ കാലത്തിന് യോജിക്കാത്ത, പുതിയ ചർച്ചകൾ അറിയാത്ത തന്തവൈബിൻ്റെ ആളുകളായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുക. ഞാൻ പറയുന്നത് നമ്മുടെ മതരംഗത്തുള്ളവരുടെയോ മതഗ്രന്ഥങ്ങളുടെയോ അഭിപ്രായങ്ങളല്ല. ഈ വിഷയത്തിൽ നടന്ന ധാരാളം പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രണയം എന്നുള്ളത് ലോജിക്കലായ, മോറലായ, റീസണബിളായ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ആയിരിക്കും എന്നാണ്. പൊതുവിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് ലോജിക്കലായി ചിന്തിക്കുക, മോറലായി ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുക, ഞാൻ പറയുന്നത് അതിൻ്റെ യുക്തിയെക്കുറിച്ച് ആലോചിക്കുക. എന്നാൽ കമിതാക്കളുടെ ഈ ഭാഗം വർക്ക് ചെയ്യൂല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭയം പോലെയുള്ള ഇമോഷനുകൾ തലച്ചോറിൽ എപ്പോഴും തീരുമാനമെടുക്കുക ഒരു ബദാം പരിപ്പുള്ള അമഗ്ഡല എന്ന് പറയുന്ന ഭാഗമാണ്. ആ സംഗതി ദുർബലപ്പെട്ടു പോകും ഈ പ്രണയകാലത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോജിക്കലോ മോറലോ അല്ലെങ്കിൽ റീസണബിളോ റാഷണലോ ആയ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും പ്രണയിക്കുന്ന ആളുകൾക്ക് കഴിയില്ല. അവിടെയാണ് തൻ്റെ മുന്നിലുള്ള ഒരാളെ ഒരാഗ്രഹമാണ്, ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോവാണ്. ഇതെനിക്ക് അനുയോജ്യമായ ആളാണോ എന്ന് ചിന്തിക്കാൻ മൂന്നാമത്തെ ഒരു കക്ഷി വേണം
എന്നതാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. അതാണ് മതം പറയുന്ന രക്ഷിതാവ് എന്ന് പറയുന്ന പോസ്റ്റ്, വലിയ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ ആണ് ഇയാൾ അനുയോജ്യനാണോ അല്ലേ എന്ന തീരുമാനം എടുക്കാൻ വേണ്ടി സഹായിക്കേണ്ടത്. അല്ലാത്തൊരു സന്ദർഭത്തിൽ ഇത് പൂർണ്ണമായും പരാജയത്തിലേക്ക് പോകും. ഞാൻ പറയുന്നത് ഒരാളുടെ ഒരിക്കലും ഒരു വ്യക്തിയുടെ ഇഷ്ടമോ അനിഷ്ടമോ പരിഗണിക്കാതെ ഒരാളെ വിവാഹത്തിലേക്ക് നയിക്കണമെന്നല്ല. ശരിക്കും ഇസ്ലാമികമായ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു ആദ്യമായി വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ദിനുഹ സുമാതുഹ എന്നാണ്, അവളുടെ മൗനമാണ് സമ്മതം. ഒരിക്കൽ വിവാഹമോചനം തേടിയവളോ ഭർത്താവ് മരിച്ചവളോ ആണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ തുറന്നു പറയണം, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അപ്പോൾ രണ്ട് വ്യക്തികളുടെയും ഇഷ്ടമനുസരിച്ച്, എന്നാൽ രണ്ട് വ്യക്തികളുടെയും ഗുണങ്ങളും ദോഷങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ മനസ്സിലാക്കി വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് സുരക്ഷിതമായ തീരുമാനമെടുക്കാൻ സാധിക്കുക. ഇവിടെ ഈ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ വളരെ എക്സ്ട്രീമായിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും കമിതാക്കൾ എടുക്കുക. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? കോടതിയിൽ രണ്ടാളും എത്തുന്നു, എന്നിട്ട് പറയുന്നു എൻ്റെ വാപ്പാൻ എനിക്ക് വേണ്ട, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു നിൻ്റെ ലവർ എന്ന് പറയുന്നത് അയാൾ കഞ്ചാവിന് അഡിക്റ്റാണ്, അയാൾ MDMA അയാളൊന്നും അങ്ങനെ ചെയ്യില്ല. നമുക്ക് ഏറ്റവും ബുദ്ധിശൂന്യം എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നവർ കമിതാക്കളായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ ഒരു പാഷണേറ്റ് ലവ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്, ആദ്യത്തെ ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് അന്ധമായ പ്രണയം. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനത്തിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ പാഷനേറ്റ് ലവ് എന്ന കാലഘട്ടത്തിൽ ഭയങ്കര എന്താ പറയുക ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ കഴിയുമ്പോഴാണ്, ഒരു ഘട്ടം പിന്നിടുമ്പോഴാണ് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യനെത്തുക. അപ്പോഴാണ് ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പലരും ചിന്തിക്കാം. അവിടെയാണ് നമ്മൾ ആത്മഹത്യകൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള തുറന്നു പറയലുകൾ കേൾക്കുന്നത്. എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അബദ്ധമാണ് സംഭവിച്ചത് എന്ന തുറന്നു പറയലുകൾ കേൾക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന രക്ഷിതാവ് ഇടപെട്ടുള്ള വിവാഹമല്ലാത്ത സംഗതികളിൽ ഇതങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായി ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വലിയ ഒരു പുതിയ വിപ്ലവകരമായ എന്താ പറയുക പുതിയ കാലത്തിൻ്റെ ഒരു ഭയങ്കര സംഭവമായി പ്രണയങ്ങളും പ്രണയവിവാഹങ്ങളും ലിവിങ് ടുഗദറുകളും മറ്റു റിലേഷൻഷിപ്പുകളും ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ അത് വളരെ ബുദ്ധിശൂന്യമായ ഒരു സംഗതിയാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്.